സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്ന് സ്വർണ്ണവില. ഉച്ചയോടെ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവൻ വില ഉച്ചയോടെ 760 രൂപയാണ് ഇടിഞ്ഞത്. ഇതോടെ 22 ക്യാരറ്റ് ഒരു പവൻ വില 1,18,160 രൂപയിലെത്തി. സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? എങ്കിൽ ഇതാ നല്ല സമയം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുതന്നെയാണ് കേരളത്തിലും വിലയിടിയാൻ കാരണമായതെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 560 രൂപയാണ് പവൻ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉച്ചയോടെ ഗ്രാമിന് 90 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ 14,770 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. പവൻ വില ഉച്ചയോടെ 760 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 22 ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,18,160 രൂപയിലേക്കും എത്തി. ഇന്ന് ഒരുപക്ഷെ ഒരു പവൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 1,30,000 രൂപയെങ്കിലും നൽകണമെന്നതും മറ്റൊരു കാര്യമാണ്. US ഡോളറിന്റെ കരുത്തും പണപ്പെരുപ്പവും ദീർഘകാല ഉയർന്ന നിലയിൽ തുടരുമെന്ന ആശങ്കകളുമാണ് ഇപ്പോൾ ആഗോള സ്വർണ്ണവില ഇടിയുന്നതിനുള്ള പ്രധാന കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എണ്ണവില കുത്തനെ ഉയർത്തിയതോടെ പണപ്പെരുപ്പം വഷളാകുന്ന ഭയവും വർദ്ധിച്ചു വരികയാണ്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളും സ്വർണത്തിൽ മങ്ങലേൽപ്പിച്ചുവെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വിലക്കുറവ് തുടരാൻ സാധ്യതയില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. വീണ്ടും വില കൂടുന്ന ട്രെൻഡ് തുടരുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു വിലക്കുറവുണ്ടാകുമ്പോൾ സ്വർണം വാങ്ങാനും ആളുകൾ എത്തുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. മാത്രമല്ല അടുത്ത 5 വർഷത്തിനുള്ളിൽ 2031ഓടെ സ്വർണ്ണവില വൻതോതിൽ വർദ്ധിക്കാനും അത് ഇരട്ടിയാകാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. 2026 അവസാനത്തോടെ തന്നെ സ്വർണ്ണവില ഔൺസിന് $6,300 ഉയരുമെന്നും വിലയിരുത്തലുണ്ട്. കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡാണ് ഇതിനു കാരണമായി പറയുന്നത്. അങ്ങനെ വന്നാൽ സ്വർണം ഈ വർഷം തന്നെ 2 ലക്ഷത്തിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കാം. മാത്രമല്ല 2026 അവസാനത്തോടെ ഒരൗൺസിന് സ്വർണത്തിന് $6,000 വരെയാകാൻ സാധ്യതയുള്ളപ്പോൾ ലോകത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക മാറ്റങ്ങളും കാരണം സ്വർണ്ണവില ഔൺസിന് $10,000 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയേക്കാമെന്നും പറയുന്നു. അങ്ങനെ വന്നാൽ സ്വർണ്ണവില വലിയ തോതിൽ വർദ്ധിക്കും. ഈ കയറ്റം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇടയ്ക്ക് വില അല്പം കുറയാനോ അല്ലെങ്കിൽ ഒരേ നിലയിൽ നിൽക്കാനോ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.